2 വാക്യം. ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവം ആകുന്നു. നീ അനാദിയായും ശാശ്വതമായും ദൈവം ആകുന്നു. സ്തോത്രം. ഇന്നലെ നമ്മൾ പഠിച്ചു ആദി, അനാദി, അനന്തം, ശാശ്വതം, നിത്യം, ആമേൻ എന്ന് തുടങ്ങി പുരാതനം തുടങ്ങി ആമേൻ നമ്മൾ ചില കാര്യങ്ങൾ ഇന്നലെ പഠിക്കുവാനിടയായി. ചില വചനത്തിലേക്ക് പോയി. എന്നാൽ അതിനകത്ത് നിന്നുകൊണ്ട് ആമേൻ ഒരു ചെറിയൊരു ലൈൻ മാത്രം എഴുതി മുമ്പിലോട്ട് നമുക്ക് കടന്നു പോകാമല്ലോ. സ്വർഗം ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കട്ടെ. അതിങ്ങനെയാണ്, എങ്കിലും ദൈവം അനാദിയോടും അനന്തതയോടും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ ആർക്കും കഴിയുകയില്ല. കാലഘട്ടത്തോടുള്ള ബന്ധത്തിലൂടെ ദൈവത്തിൻ്റെ അനന്തമാണ് നിത്യത. സ്തോത്രം. ദൈവത്തിൻ്റെ അനന്തമാണ് നിത്യത. ഇത്രയും എഴുതി നിർത്തുകയാണ്. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. 90-ാമത്തെ സങ്കീർത്തനം 2 വാക്യം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവം ആകുന്നു. സ്തോത്രം. നോക്കിക്കേ, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയൊരു ഭാഗം ഇതുണ്ട്. മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? നോക്കിക്കേ, നിങ്ങൾക്കറിയാമോ, 10 കൽപ്പനയാണ് ഇസ്രായേലിന് കൊടുത്തത്. 10 കൽപ്പന. 1, 2, 3, 4, 5. 5-ാമത്തെ കൽപ്പനയാണ് എന്താണ്? പുറപ്പാട് പുസ്തകം 20:12 പറയുന്നത് 5-ാമത്തെ കൽപ്പന എന്താണ്? നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഇതിലേക്ക് പ്രവേശിക്കാത്ത ഒരൊറ്റ എണ്ണം നിത്യതയിൽ പോകില്ലെന്നാണ് വചനം പറയുന്നത്. സ്തോത്രം. 5-ാമത്തെ കൽപ്പന. എന്നാൽ അത് മാത്രം മതിയോ? താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 1-ാമത്തെ കൽപ്പനയാണ്, ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത്. സ്തോത്രം. ഉണ്ടാകരുത്. പുറപ്പാട് പുസ്തകം 20:3. അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി ദൈവങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി ദൈവങ്ങൾ. ഒരു നല്ലൊരു പ്രസംഗം തയ്യാറാക്കിയാൽ അത് ദൈവമായി. സ്തോത്രം. നല്ലൊരു ആമേൻ സ്തോത്രം കഥ പറഞ്ഞാൽ അദ്ദേഹം ദൈവമായി. നല്ലൊരു ഡാൻസ് കളിച്ചാൽ അദ്ദേഹം ദൈവമായി. എന്തിനേറെ, ഉലകത്തിൽ വച്ച റെക്കോർഡുകൾ തകർത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവമായി. അല്ലേ? പല ദൈവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അനാദിയായും ശാശ്വതമായും അനന്തമായും ഒറ്റ ദൈവമേ ഉള്ളൂ. ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, അവസാനത്തിൽ രക്തം വരെ ഊറ്റിക്കൊടുത്ത ആ കർത്താവല്ലാതെ ഉലകത്തിലൊരു ദൈവവുമില്ല. ആമേൻ. വായിച്ചാട്ടെ വെളിപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ആ ഭാഗം കൂടെ വായിച്ച് നമുക്ക് മുമ്പിലോട്ട് വരാം. വായിച്ചാട്ടെ, ഒരാളിന് ശബ്ദമായി വായിക്കാം. വെളിപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. വായിച്ചാട്ടെ. സ്തോത്രം. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യമുള്ളവ. അവിടെ നമ്മൾ വായിച്ചത്, അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലിയതും അത്ഭുതവുമായവ. സർവ ജാതിയോടെയും
രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവയാണ്. അപ്പോ സർവനീതിയുള്ള രാജാവ്, സകല നീതിയും സർവനീതിയുള്ള സർവജ്ഞാനിയായ ദൈവം. ആമേൻ. ദൈവകുഞ്ഞെ, ഇതൊരു കളിയല്ല കർത്താവിൻ്റെ വേല എന്ന് പറയും. കർത്താവിൻ്റെ സന്നിധി, നിങ്ങളെല്ലാവരും അഭിഷക്തന്മാരാണ്. ഞാൻ ബഹുമാനിക്കുന്ന, എന്നെക്കാൾ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന അഭിഷക്തന്മാരായ എൻ്റെ മുമ്പിലിരിക്കുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു പറയണം, നമ്മൾ പഠിക്കുന്നവരാണ്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർ ആരും നിസ്സാരക്കാരന്മാരൊന്നും അല്ല കേട്ടോ. ആണോ? നമ്മുടെ മുമ്പിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾ നിസ്സാരക്കാരാണോ എന്ന് ഞാൻ എണ്ണാൻ പാടില്ല. സ്തോത്രം. കാരണം നിങ്ങളെല്ലാവരും ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ ശക്തന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. കരുത്തുറ്റവരാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ദിനേശ് ബ്രദർ ചെയ്യുന്ന ജോലി എനിക്ക് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം കരുത്തുറ്റവൻ ആളാണ്. അതുപോലെ ഈ ഇരിക്കുന്ന അനിൽ പി കെ കർത്താവിന് ദാസൻ ചെയ്യുന്ന ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം അതിനേക്കാളും ശക്തനാണ്. ജോബിയാണെങ്കിൽ അതിനേക്കാളും കരുത്തുറ്റ വ്യക്തിയാണ്. കാരണം കറണ്ടിനോടാണ് മല്ല് പിടിക്കുന്നത്. അവിടെയൊക്കെ പോയി നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? പറഞ്ഞേ. അദ്ദേഹം കറണ്ടിലാണ് പിടിക്കുന്നത്. എവിടെയൊക്കെയാണ് സ്വിച്ച് ഉള്ളത് പുള്ളിക്കറിയാം. എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ PhD എടുത്ത് ഡബിൾ ഡോട്ടേറ്റ് എനിക്കുണ്ടെന്ന് പറയുമ്പോൾ പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാനെടുത്ത വേറെയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലിറ്റി പറയുകയാണ്, ലിറ്റി ഞാൻ റിസർച്ച് കണ്ടത്, ലിറ്റി വേറെ രീതിയിലാണ് അദ്ദേഹം പഠിച്ചിരിക്കുന്നത്. നല്ലവണ്ണം ഭാഷ കൈകാര്യം ചെയ്ത കുട്ടിയാണ്. അപ്പോൾ ഞാൻ പറയണില്ല, ഞാനും നിന്നെക്കാൾ കുറച്ചുകൂടെ മൂത്ത ആളാണെന്ന് പറഞ്ഞ് എനിക്ക് പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അദ്ദേഹം പഠിച്ചത് വേറെ രീതിയിലാണ്. ആമേൻ. ഇവിടെ പ്രൊഫസർ കുറച്ചുകൂടെ ആഴമേറി അദ്ദേഹം ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യാന്ന് വെച്ചാൽ പറ്റില്ല. കാരണം അതൊരു വലിയൊരു ജോലിയാണ്. 8, 10, 20, 30 പേരെയൊക്കെ നയിക്കുക എന്ന് പറഞ്ഞാൽ ആ ജോലി വലിയൊരു ജോലിയാണ്. സ്തോത്രം. അതുപോലെ വിന്ദുശുശ്രൂഷ എല്ലാവരും നമ്മൾ ശ്രേഷ്ഠമായി കെസിയെ നോക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു തലത്തിലേക്ക് ടീച്ചർ പോസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനം വേറെയാണ്. അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ നോക്കുമ്പോൾ ചെറുതായി കാണരുത്. എല്ലാവരും എന്താണെന്നറിയാമോ? വിശേഷമുള്ളവയാണ്, സവിശേഷതയുള്ളതാണ് എല്ലാവരും. ആമേൻ. ഞാൻ ആണ് വലുത് എന്ന് ഒരിക്കലും ഒരാളിന് പറയാൻ കഴിയത്തില്ല. അത് ഒരേ ഒരാളേ ഉള്ളൂ. ആമേൻ. സർവജ്ഞാനിയായ സർവത്തിൻ്റെയും ഉടമസ്ഥനായ രാജാതിരാജാവായ കർത്താവ് മാത്രമാണ് സകലത്തിനും ജ്ഞാനിയായ ദൈവം. ആ നിത്യതയിലേക്ക് നമ്മൾ പോകാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആമേൻ. സ്തോത്രം. മത്തായി സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 8, 9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു വലിയ ഒരു ദൂതാണ് യേശു പറയുന്നത്. വായിച്ചാട്ടെ. എത്ര? 8. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. 2 കൈയും 2 കാലുമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. ആമേൻ. നിത്യതയിൽ പ്രവേശിക്കേണ്ട ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു പറയുന്നു. ആമേൻ. നിന്റെ കൈയോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക എന്നാണ്. വെട്ടി എറിഞ്ഞു കളക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കാലനായി ഒറ്റ കൈയുള്ളവനായി സ്വർഗത്തിൽ പോകാം നിത്യതയിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ പോകണമെങ്കിൽ ചിലത് വെട്ടി ഒഴിവാക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഒരു മരം, ആമേൻ, നമുക്ക് കൂടാരത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് ഒരു മരം ആവശ്യമാണ്. ഇതാ മരം മുറിക്കുന്ന ആൾക്കാർ ഇവിടെ അതിരിപ്പുണ്ട്, നല്ല ശ്രേഷ്ഠകരമായി. ആമേൻ. ഒരു ചർച്ചിന് വേണ്ടിയോ ഒരു വീട്ടിന് വേണ്ടിയോ 2 ലക്ഷം രൂപയ്ക്ക് ഒരു മരം വാങ്ങി, അതിൻ്റെ വേര് മുതൽ കൊമ്പ് വരെ എല്ലാ ഇലയും നമുക്കുള്ളതാ. പക്ഷേ മുഴുവനെ മുറിച്ചുകൊണ്ട് നമുക്ക് വരാൻ പറ്റുമോ? എല്ലാ ഭാഗം കൊണ്ട് മെല്ലിപ്പോകാൻ പറ്റുമോ? ആർക്കാൻ പറ്റില്ല. അതിന് കാതലായ ഭാഗം, അതിന് കുറി വയ്ക്കാൻ അല്ലെങ്കിൽ മുറി വയ്ക്കാൻ, അളവെടുക്കാൻ പ്രത്യേകിച്ച് ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയത്തില്ല ഒരു വീട്ടിൻ്റെ അളവ്. ആശാരി കൊടുക്കുന്ന അളവ് എല്ലാവർക്കും വച്ച് മുറിക്കാൻ കഴിയത്തില്ല. അതിന് നിയമിക്കപ്പെട്ടവർ അളന്നു കൊടുക്കും. വാള് വയ്ക്കേണ്ടവർ വാള് വയ്ക്കും. സ്തോത്രം.
അതിനെ വാളിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് 1 സെന്റിമീറ്റർ പോലും കുറയാൻ പാടില്ല. കൃത്യമായിട്ടും കട്ട് ചെയ്തെങ്കിൽ മാത്രമേ കട്ടളയായിട്ടിരിക്കത്തുള്ളൂ. കട്ടളയായി ഇരിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്, ആമേൻ, കൃത്യമായിരിക്കണം അളവെല്ലാം. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചില വേദനകളോ പ്രയാസങ്ങളോ വരുമ്പോൾ അതിനെ കളയാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നിത്യതയുടെ തുറമുഖത്ത് പ്രവേശിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എവിടെയാണോ നിനക്കിടർച്ച, നിന്റെ കൈയോ കാലോ നിനക്കിടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യ അഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗവൈകല്യമായിട്ട് മുടന്തനായിട്ടോ നിത്യജീവനിൽ കടക്കുന്നത് നന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിത്യജീവനിലേക്ക്, നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ, ആമേൻ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു വിഗ്രഹവും ഉണ്ടാകരുത്. എന്തായിരുന്നു? ഒരു വിഗ്രഹവും ഉണ്ടാകരുത്. ഉണ്ടാകരുതിന്റെ മുമ്പിൽ വിഗ്രഹം. ആമേൻ. പലതും വിടേണ്ടതായി വരും. സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടും. കാരണം നിത്യതയ്ക്ക് കൊണ്ട് ഒരുങ്ങുന്നവരല്ലേ. ഇവിടെ എല്ലാവരെയും കൊണ്ട് പോകാൻ ഒക്കില്ല, ഒരിക്കലും ഒക്കത്തില്ല. ആമേൻ. ഒറ്റയ്ക്ക് പോകാൻ പറ്റൂ, എല്ലാവരെയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതൊരു ആഗ്രഹമാണ്, എല്ലാവരെയും കൊണ്ട് പോകാമെന്ന്. പറ്റില്ല, ഒറ്റയ്ക്കേ പറ്റൂ, ഒരാൾ. അല്ലാതെ ഈ ഭൂപരപ്പിൽ ആരും കൊണ്ടുപോയ ചരിത്രമില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരാളോട് സംസാരിച്ചതുപോലെ ഈ ഉലകം മുഴുവനും ശുദ്ധീകരിക്കാൻ നോക്കി നടക്കത്തില്ല. നടന്ന ഒരു വ്യക്തിയാണ്. 120 വർഷം പ്രസംഗിച്ച ഒരേ ഒരു വ്യക്തി ഇന്നലെ ചിന്തിച്ചു. നോഹ തന്നെ 30-ാമത്തെ വയസ്സ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി, 120 വർഷം പ്രസംഗിച്ചു. ഒരാളിനെങ്കിലും നേടിയോ? ഇല്ല. കുടുംബത്തെ കൊണ്ടുപോയി. അതാണ് ഏറ്റവും വലുത് കേട്ടോ. കുടുംബത്തെ കൈവിട്ട് കളയരുത്, ചേർത്ത് പിടിച്ചോളണം. എവിടെയെല്ലാം പോയാലും ചേർത്ത് പിടിച്ചോളണം. പിന്നെ പോകുന്നതുകൊണ്ട് അങ്ങ് പോട്ടെ, എത്ര പിടിച്ചാലും പോകുന്നതുകൊണ്ട് പോട്ടെ. ആമേൻ. നിത്യതയെ പ്രവേശിക്കണമെങ്കിൽ കുടുംബത്തെ കൊണ്ടുപോകാം, ഉറപ്പായിട്ടും 100% ചേർത്ത് പിടിക്കാൻ. നിത്യതയിൽ പ്രവേശിക്കാൻ ഊടുവഴികളില്ല. ഓരോ ദിവസവും 2 മണിക്കൂർ 40 മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. എത്ര സമയം ദൈവത്തിന് കൊടുക്കുന്നുണ്ട്? എന്നിട്ട് പറയുന്ന എന്താണ്? കർത്താവേ, നീ എനിക്ക് ചെയ്തു തന്നില്ലല്ലോ, നീ തന്നില്ലല്ലോ. ഇതേ ഉള്ളു പറച്ചിൽ. കർത്താവ് എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ അളവിലേക്ക് വരാൻ കഴിയുന്നില്ല. നിത്യതയിൽ പോണ്ടേ? അല്ലെ, എന്നും അനുഗ്രഹം മാത്രം മതിയോ? ദൂത് മാത്രം മതിയോ? നിത്യതയിൽ പോണ്ടേ? അതിനു വേണ്ടിയല്ലേ ഈ കിടന്ന് കൈകാലടിക്കുന്നത്? പലതും വിട്ടില്ലേ? നമ്മളെല്ലാം വിട്ടില്ലേ? പലതും വിട്ടില്ലേ? ഇല്ലേ? വിടാതെ വല്ലതും ഉണ്ടോ? എല്ലാം വിട്ടില്ലേ? വിട്ടല്ലേ ഇറങ്ങി നിൽക്കുന്നേ. ചിലർ പറയും 2 കൈയും വിട്ടാ ഭാഷ നിൽക്കുന്നത്. ശരിയാ, 2 കൈ വിട്ടാ നമ്മൾ നിൽക്കുന്നത്. ഒരിടത്തും പിടിച്ചിട്ടില്ല, ആരും നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചു, ഭാഷേ ഞാൻ 2 കൈയും വിട്ട് നിൽക്കുക. നല്ലതാ, 2 കൈ വിട്ട് നീ വണ്ടി ഓട്ടിക്കരുത്, പ്രശ്നമാണ്. പക്ഷെ റോട്ടിൽ നിൽക്കും 2 കൈ വിട്ട് നിന്നോ, ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ചിലത് വിടേണ്ട സമയത്ത് വിടണം. വിട്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഭരിക്കുന്നെങ്കിൽ കൂത്തിയിരുന്ന് കരയണം. കർത്താവേ, ഇതെനിക്ക് ബുദ്ധിമുട്ടാ കൊണ്ട് നടക്കാൻ, ഇതിനെ മാറ്റണം. സ്തോത്രം. പുറപ്പാട് പുസ്തകം 20:7 പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. നിത്യതയ്ക്ക് തടസ്സമാണ്. കനാൻ ദേശത്ത് എത്തത്തില്ല. പലതും വിടണം. സ്തോത്രം. എപ്പോഴും ഇരുന്ന് കുറുകരുത്, പിറുപിറുക്കരുത്. പിറുപിറുപ്പ് ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ കഴിയത്തില്ല. നിത്യത അവകാശമാക്കാൻ കഴിയില്ല. സ്തോത്രം. ആമേൻ. നോക്കൂ, ആമേൻ. പുറപ്പാട് 20:13 പറയുന്നത്, കൊല ചെയ്യരുത്. കൊലപാതകം, കൊല. ആമേൻ. ഇപ്പോ കത്തി കൊണ്ട് വെട്ടണ്ടല്ലോ, വാക്കുകൊണ്ട് പറഞ്ഞാൽ ഒരുത്തൻ ചാവാൻ ബെസ്റ്റാ. ഞാൻ കത്തി കൊണ്ട് വെട്ടിയില്ലെങ്കിലും വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ ഭയങ്കരമാണ് അല്ലേ. ചെറിയ നാവല്ലേ, പക്ഷേ
32 കുറ്റിക്കാൽ അടിച്ചാണ് ഇതിനിട്ടിരിക്കുന്നത് അകത്ത്. ഒറ്റ വാക്ക് കാട്ടുതീ കത്തിക്കും. കാട് വരെ, വനം വരെ കത്തിപ്പോകേണ്ട നിലയിൽ ഈ ഒരു സാധനത്തെ അകത്തിട്ടിരിക്കുക. ഇതെങ്ങനെയെങ്കിലും തീർക്കണമല്ലോ, അല്ലേ? സ്തോത്രം. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ ദാസനെ, അഭിഷക്തന്മാരെ സ്വർഗത്തിലേക്ക് പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ കയ്യോ കാലോ ഇതിനെല്ലാത്തിൻ്റെ ഏതെങ്കിലും ഒന്ന് ഇടർച്ചയാണെങ്കിൽ നോയിക്കേ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 9-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിലേക്ക് കടക്കുന്നത് നിനക്ക് നന്ന്. എന്തിനായി മുന്തിയിരിക്കുന്ന 2 കണ്ണ്? പ്രശ്നമാണെങ്കിൽ നിത്യതയിൽ പോകാൻ നമുക്ക് ഈ 2 കണ്ണ് വേണോ? അതിൻ്റെ ആവശ്യമേ ഇല്ല. കർത്താവ് തന്നു. എന്നാൽ ഒരാൾ ഒന്ന് ദാനം കൊടുക്കോ? അതും ചെയ്യില്ല. ഇപ്പൊ എനിക്കിപ്പം 2 കണ്ണുണ്ട്, 2ഉം കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. ഒരെണ്ണം കൊടുക്കാൻ പറഞ്ഞ ഞാൻ കൊടുക്കോ? എവിടെ? ഞാൻ കൊടുക്കത്തില്ല. ഞാൻ വെറുതെ ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് പറയും, ഒന്ന് കണ്ണടച്ച് നോക്കും. എന്നിട്ട് അത് ശരിയായില്ലെങ്കിൽ ഒന്ന് പറയും, ഉറങ്ങുന്ന സിസ്റ്ററെ ഒന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുത്തേന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. കാരണം കൊള്ളാൻ നോക്കണ്ടേ? ഒരു കണ്ണ് അടച്ചു വെച്ചിട്ടേ. നമ്മൾ അടയ്ക്കുന്നത് പോലെ അല്ല ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം. ഭയങ്കര വൃത്തികേടാ. ഇന്ന് നോക്കി, ഇന്ന് ഏറ്റവും കൂടുതൽ വിപണിയിൽ വൃക്കയാണ് കിഡ്നി. 2 എണ്ണം ഉണ്ട്, നല്ല കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരെണ്ണം കൊടുക്കാൻ പറഞ്ഞ കൊടുക്കൂ? എന്നാൽ 2 കാലുണ്ട്, 2 കാലും ഇല്ലാത്തവൻ നിന്റെ 1 കാല് കൊടുക്കൂ? എവിടെ? കർത്താവ് പറയുന്നു, വെട്ടി എറിഞ്ഞു കളഞ്ഞാൽ നിത്യതയിൽ പോകാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 29-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് ഒരു ദൂത് നമുക്ക് വായിക്കാമല്ലോ. പുറപ്പാട് പുസ്തകം 29-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ദൂത് നമുക്ക് അവിടെ വായിക്കാം. വായിച്ചാട്ടെ എടുത്തെങ്കിൽ. അഹരോന്റെയും പുത്രന്മാരുടെയും അരയ്ക്ക് നടുക്കെട്ട് കെട്ടി അവർക്ക് തലപ്പാവ് വയ്ക്കണം. പൗരോഹിത്യം അവർക്ക് നിത്യ അവകാശമായിരിക്കണം. പിന്നെ അഹരോനും അവന്റെ പുത്രന്മാർക്കും കരപൂരണം ചെയ്യണം. ഇത് നിത്യ കൂടാരത്തിനകത്ത് 1-ാമത്തെ അധ്യായം മുതൽ 38-ാമത്തെ അധ്യായം വരെ നമ്മൾ പഠിക്കുമ്പോൾ കാരപൂരണം ചെയ്യണമെന്നുള്ള ഒരു യാഗമുണ്ട്. ഒന്ന്, അതിനകത്ത് മുമ്പിൽ സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഈ കാളയുടെ തലയിൽ അഹരോനും പുത്രന്മാരും അവകാശം ഏറ്റെടുക്കുന്നവർ കൈ ആ കാളയുടെ തലയ്ക്ക് വയ്ക്കണം. വച്ചിട്ട് സമാഗമന കൂടാരത്തിനകത്ത് ഇതിനെ യാഗമർപ്പിക്കണം. തീർന്നില്ല. 2, ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവരണം. കൊണ്ട് നിർത്തിയിട്ട് പുരോഹിതന്മാർ അതിന്റെ തലയിൽ കൈവയ്ക്കണം. സ്തോത്രം. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? അസസേൽ എന്ന് പേരിട്ട് മരുഭൂമിയിലേക്ക്, നിശ്ചല പ്രദേശത്തിലേക്ക് നയിക്കണം. കാരണം ഇത് നിത്യ അവകാശമായിരിക്കണം. നിത്യ അവകാശം. ഇത് അവർക്ക് നിത്യ അവകാശം. ഏതാ? പൗരോഹിത്യം. ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയാ, ദൈവം വച്ചിരിക്കുന്ന നിത്യത. അത് കൈവശമാക്കാൻ എന്ത് വില കൊടുത്തും ഈ ദിവസങ്ങൾ ദൈവജനം മുമ്പിലോട്ട് വരണം. എന്തുകൊണ്ടാണ് പലപ്പോഴും പല നിലയിലും ദൈവജനം ബാക്കിലോട്ട് പോകുന്ന കാര്യം എന്നറിയാമോ? ഇന്ന് ഒരു അടിച്ചു പൊളിച്ചുള്ള ജീവിതം. കഷ്ടതയൊന്നും ആർക്കും വേണ്ട കേട്ടോ. പട്ടിണിയൊന്നും വേണ്ട, പരിവട്ടമൊന്നും ഇന്ന് ആർക്കും ആവശ്യമില്ല. ഇന്ന് വേണ്ടത് ഒരു അടിപൊളി ഒരു ജീവിതം. അതിലേക്കാണ് ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സഭകളിലാണെങ്കിലും ഭവനങ്ങളിലാണെങ്കിലും യൂത്തിലാണെങ്കിലും കോളേജ് പരമായിട്ടാണെങ്കിലും ഏത് തലത്തിലും ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിക്കുന്നത് വേർപാട് എന്ന് പറയുന്ന വ്യക്തികളാണെന്ന് അടിച്ചു പൊളിക്കുന്നത്.
സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവകാശങ്ങൾ സ്റ്റോപ്പായിക്കൊണ്ടിരിക്കുകയാ, വാഴ്ത്തത്വങ്ങൾ സ്റ്റോപ്പായിക്കൊണ്ടിരിക്കുകയാ. ഒരിടത്തും ജനം എത്താത്ത തലത്തിൽ എവിടെയൊക്കെയോ സ്റ്റോപ്പായിരിക്കുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. അത് ഒഴിവാക്കാൻ, അത് എന്നേക്കുമായി മാറ്റിക്കളയാനാണ് ആമേൻ ഇവിടെ അഹരോനും തൻ്റെ കുടുംബവും തലമുറകളും ആമേൻ അവിടെ നിത്യ അവകാശത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ സമാഗമന കൂടാരത്തിൽ പഴയ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. മനുഷ്യൻ നമ്മെക്കുറിച്ച് എന്തും പറയട്ടെ, പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ കേരളത്തിനകത്ത് കുറച്ചിടത്ത് മാത്രമേ ഉള്ളൂ ആമേൻ സ്തോത്രം ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ. എന്നാൽ ഇവിടെ വിട്ടു നോക്കിക്കേ, തമിഴ്നാട് പ്രദേശത്ത് പോയി നോക്കിക്കേ, അവിടെ ഈ പറയുന്ന ആമേൻ സ്തോത്രം വേർപാടോ അല്ലെങ്കിൽ വേർപാടെന്ന് ഇവിടെ പറയുന്ന ആഭരണങ്ങളോ അല്ലെങ്കിൽ വെള്ള സാരിയോ വെള്ള ബ്ലൗസോ വെള്ള ഷർട്ടോ മീശയോ ആമേ താടിയോ ഇതൊന്നും അവിടെ പ്രശ്നമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വേർപാടെന്ന് പറയുന്ന കേരളത്തിലുള്ള കുറച്ചു പേര് മാത്രമേ നിത്യത പോകത്തുള്ളൂ? ഈ പറയുന്നത് പോകത്തില്ലേ? ആരുടെ ചിരി നോക്കിയേ, ഇത് കേട്ടപ്പോഴേ സ്തോത്രം. ഇവരൊന്നും പോകത്തില്ലേ? മൊബൈലിനകത്ത് യൂട്യൂബ് ഉണ്ടെങ്കിൽ ആമേ സിസ്റ്റർ ജോയ്സ് മേയർ നടിച്ചു നോക്കിക്കേ, കോടിക്കണക്കിന് ആയിരക്കണക്കിന് ജനം അവരുടെ മുമ്പിൽ മീറ്റിങ്ങിനോട് സ്ത്രീയാ. അവരുടെ കമ്മൽ കണ്ടാൽ നിങ്ങൾ പേടിച്ചു. എന്തിനേറെ അവരുടെ ഡ്രസ്സ് കണ്ടു നിങ്ങൾ പേടിച്ചു. നിങ്ങളൊന്ന് അടിച്ചു കയറുന്ന കണ്ടു കേട്ടോ, കണ്ടവർക്ക് ആ സ്തോത്രം. ഇവിടെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. ബാക്കി എല്ലായിടത്തും നമ്മൾ നോക്കിയാലും ഏത് തലത്തിൽ നോക്കിയാലും വേർപാട് പുറത്തല്ല, വേർപാട് സംഭവിക്കേണ്ടത് അകത്ത. ആന്തരികമായ വേർപാട് സംഭവിക്കേണ്ടത്, നിത്യതയിൽ ചേർക്കപ്പെടുന്നത് അകത്ത. അവിടെ ചെല്ലുമ്പോൾ എന്തെന്നറിയാൻ കിട്ടുന്നത്, ആമേൻ മാറത്ത് പൊൻകച്ച കെട്ടിയ അഗ്നി ജോലയ്ക്കൊത്ത കണ്ണുള്ളവൻ അവിടെ നമുക്ക് വേണ്ടി വീടൊരുക്കിയിട്ടുണ്ട്. ഏതാ വീടെന്നറിയാമോ? യോഹന്നാൻ സുവിശേഷം 14 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോകുന്നു. ആമേൻ. അതിൻ്റെ കല്ലുകളൊന്ന് വർണ്ണിക്കാനേ മാസങ്ങളെടുക്കും. ആമേൻ. രത്നങ്ങൾ പതിപ്പിച്ച, ചെറുതൊന്നും അല്ല കേട്ടോ, വൈഡൂര്യങ്ങൾ പതിപ്പിച്ച, ആമേൻ ഇതുവരെ ഒരു വിപണിയിലും വില മതിക്കാത്ത കല്ലുകൾ കൊണ്ടുള്ള, ആമേൻ സ്വർണങ്ങൾ കൊണ്ട് തീർത്തിരിക്കുന്ന, ആമേൻ ഇവിടെ ചോന്നൊലിച്ച വീടാണെങ്കിലും ഭാരപ്പെടണ്ട. ഒരു നിത്യതയിൽ നമുക്ക് വേണ്ടി വീടുകൾ കർത്താവ് പണിയുന്നുണ്ട്. ഒന്നല്ല, ആയിരക്കണക്കിന് വീടുകൾ ഇവിടെ നമുക്ക് തലയിൽ വയ്ക്കാൻ ആമേൻ മറ്റൊന്നുമില്ലെങ്കിലും പ്രശ്നമില്ല. അവിടെ നിത്യതയിൽ ചെല്ലുമ്പോഴേ പൊൻകിരീടധാരികളായി നമുക്കിവിടെ ചെയ്യുന്നതും ഇവിടെ വേണ്ടാന്ന് വയ്ക്കുന്നതും എല്ലാം നിത്യതയുടെ തുറമുഖത്ത് നമുക്ക് വേണ്ടി ചൂടിത്തരാൻ അവിടെ 24 മൂപ്പന്മാര് സന്നദ്ധരായി നിൽപ്പുണ്ട്. ഇവിടെ നീയും ഞാനും വേണ്ടെന്ന് വയ്ക്കുന്ന പലതും നിത്യതയിൽ നമുക്ക് വേണ്ടി അവിടെ ആമേ തരാൻ, സ്വീകരിക്കാൻ സ്വർഗം അവിടെ നിൽക്കുക തയ്യാറായി. കേട്ടോ ആമേൻ. ഈ ഭൂപരപ്പിൽ നമുക്ക് പറയാം ഹല്ലേലൂയ, അയ്യോ ആമേൻ സ്തോത്രം, അത് നിത്യതയെ പോകത്തില്ല, ഇവര് നിത്യതയെ പോകത്തില്ല, അത് പിന്മാറ്റത്തിലേക്ക് പോയി, അവരിങ്ങനെ പോയി എന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആമേൻ സ്തോത്രം, ഇന്ന് രാത്രി ചിന്തിക്കണമേ, ആരെയും ആഹമളക്കാൻ നമുക്ക് കഴിയത്തില്ല. അതിന് നമ്മെ ദൈവം ഉത്തരവാദിത്വം പെടുത്തിയിട്ടില്ല. സ്തോത്രം. അടുത്തൊരു വാക്യത്തിലേക്ക്, എബ്രായ ലേഖനത്തിലേക്ക്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമേൻ പൗലൂസ് എന്താ പറയുന്നത്? 9-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലൂസ് ഒരു ദൂത് അവിടെ പറയുകയാണ്. 9-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലൂസ് അവിടെ ഒരു ദൂത് പറയുന്നു. വായിച്ചാട്ടെ. ആമേൻ. 9-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാമല്ലോ. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ആമേൻ. ദൈവത്തെ ആരാധിക്കാൻ, നിത്യതയിൽ പ്രവേശിക്കാൻ, ആമേൻ നിഷ്കളങ്കയായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. എത്ര അധികം നിർജീവ പ്രവർത്തികളെ, ഇവിടെ ചെയ്യുന്ന സകല നിർജീവ പ്രവർത്തികളെ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം സകലത്തെയും മെനഞ്ഞ് തൻ്റെ മനുഷ്യന് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റി ഒഴുക്കിയെങ്കിൽ ഇന്നൊരു മനുഷ്യന് വേണ്ടി ഒരു മനുഷ്യൻ
ഒന്നും ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കുമ്പോൾ, ദൈവ പൈതലേ, ഇവിടെ പൗലൂസ് പറയുന്ന ജഡശുദ്ധി വരുത്തിയെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കയായി അർപ്പിച്ചു. ആമേൻ. തന്നെത്താൻ നിഷ്കളങ്കയായി എവിടെ വരുത്തണം? ആമേ എന്താ ചെയ്യേണ്ടത്? ആമേ സ്തോത്രം. നിഷ്കളങ്കയായി ആമേ നിത്യാത്മാവിനാൽ. നിത്യാത്മാവ്, സ്ഥിരമായിട്ടൊരു ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉണ്ടോ? അന്ന് പ്രാപിച്ച ആത്മാവിൻ്റെ അഭിഷേകമല്ലോ ഇന്ന് ഇരിപ്പുണ്ടോ? സ്തോത്രം. ആമേൻ. നിത്യതയെ പ്രവേശിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ദൈവാത്മാവ് പ്രാപിച്ചിരിക്കണം. അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അഭിഷേകം പ്രാപിക്കണം. അഭിഷേകത്തിൻ്റെ ശക്തിക്കകത്ത് നിന്നുകൊണ്ട് എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല എന്നൊരു വാക്ക് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നിത്യതയെ പ്രവേശിക്കേണ്ട മുഴുവൻ ജനവും ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കല്യാണം കഴിക്കണമെന്ന് പൗലൂസ് പറഞ്ഞിട്ടില്ല. പൗലൂസ് പറഞ്ഞത് കഴിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കഴിക്കാതിരിക്കുന്നത് ഏറെ നല്ലത് എന്ന് പറഞ്ഞു വച്ചിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു. അടുത്തൊരു ഭാഗത്ത് പറയുന്നറിയുമോ? രണ്ടുപേർ ഉരലിരുന്ന് എന്ത് ചെയ്യും? പൊടിച്ചുകൊണ്ടേയിരിക്കും, ഒരാൾ എടുക്കപ്പെടും. അത് കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, മോശ 30 ലക്ഷം ജനത്തെയും കൊണ്ട് ചെങ്കടൽ കടന്ന് മറുകരെത്തുമ്പോൾ പ്രാർത്ഥിക്കാത്ത ഫറവോൻ മോശ തുറന്ന വഴി കൂടെ ഇറങ്ങി വന്നു. ശ്രദ്ധിക്കണം. 2 പേരുണ്ടെങ്കിൽ 2 പേരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഭാര്യയും ഭർത്താവും വേർപെട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ആ സമയത്ത് മാത്രം പരസ്പര സമ്മതത്തോടെ മാറി ഇരുന്ന് അമ്മയെ പ്രാർത്ഥിക്കണം. 2 പേർക്കും തുല്യ പങ്കാളിത്തമുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക്. സ്തോത്രം. അതിനുവേണ്ടി തയ്യാറാണ്. അതാ ഇവിടെ വായിച്ചത്. ആമേൻ. 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 ജഡശുദ്ധി വരുന്നു എങ്കിൽ ആമേൻ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കയായി അർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തന്നെ നാം തന്നെ അർപ്പിക്കണം. കർത്താവ് അർപ്പിച്ചില്ലേ നമുക്ക് വേണ്ടി? ആമേൻ. നിത്യതയിലേക്ക് പോകണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കുവാനുണ്ട്. അടുത്തു പറയുന്നത് അറിയാമോ? പുറപ്പാട് 20:14 വ്യഭിചാരം ചെയ്യരുത്. ആമേൻ. സ്തോത്രം. പഴയ നിയമത്തിനകത്ത് നമ്മൾ പഠിച്ചു വരുമ്പോൾ, പഴയ നിയമ പുറപ്പാട് പുസ്തകത്തിനകത്ത് മാത്രം നിന്നുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പന എൻ്റെ കർത്താവ് കൊടുത്തു. അതിൽ ഒന്നുപോലും പ്രമാണിക്കാൻ അവർ തയ്യാറായില്ല. സ്തോത്രം. ആ 10 കൽപ്പനയും പിടിച്ചുകൊണ്ട് പുതിയ നിയമ വിശ്വാസികൾ ഇരിക്കുക. പുതിയ നിയമ വിശ്വാസികളാ ഞാനും നിങ്ങളും 10 കൽപ്പന പിടിച്ചിരിക്കുകയാണോ? നോ. പൗലൂസ് പറയുന്നു, ഒരു മനുഷ്യൻ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടു എന്നല്ല, പിന്നെയോ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു വർഷം പുതിയ നിയമ വിശ്വാസിക്ക് എത്ര കൽപ്പന ഉണ്ടെന്ന് അറിയാമോ? 316 കൽപ്പനയുണ്ട്. ഹലോ 316 കൽപ്പന. പഴയ നിയമത്തിനകത്ത് ഉള്ള 10 കൽപ്പനയും പ്രമാണിച്ചുകൊണ്ടിരുന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവസാനത്തുള്ളിൽ രക്തം വരെയും 5 കായങ്ങളാൽ മുറിവപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത ആമേ തൻ്റെ ജനത്തിന് പ്രത്യക്ഷനായ ദൈവം പറയുന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് പൗലൂസ് പറയുന്നൊരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആമേ സ്തോത്രം. പൗലൂസ് എന്താ പറയുന്നറിയാമോ? ഒരിക്കലും ഈ ജീവിതത്തിനകത്തുള്ള പുറമേ കാണിക്കുന്നതൊന്നും ജഡശുദ്ധി വരുത്തുന്നില്ല. ആമേൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും അത് ജഡശുദ്ധിയല്ല. ജഡശുദ്ധിയിലേക്ക് വരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരണം. ജഡശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ. അപ്പോൾ ഇത് നിത്യ ഒരു ആത്മാവ്. ചിലർ പറയാല്ലേ, എനിക്കിപ്പോൾ ഒരു വലിയ മൂടൊന്നുമില്ല. അത് ഏത് മൂടെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഒരു പാട്ടിറങ്ങിയല്ലോ, ഏത് മൂടെന്ന്. നിങ്ങളുടെ വീട്ടിൽ ഒരു പാസ്റ്റർ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു പാട്ട് കേട്ടു. ആമേൻ. അത് താഴെ പ്രാർത്ഥന നടക്കുന്നു, മുകളിൽ നിന്ന് ഏത് മൂട്, എവിടുത്തെ മൂട്. അപ്പം ഞാനിത് ശ്രദ്ധിക്കുക, ഇത് എവിടുന്നോ വരികയാണെന്ന് വിചാരിച്ചു. അപ്പം മുകളിൽ ആമേൻ നേഴ്സിംഗ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന മോള് മുകളിൽ കിടന്നുകൊണ്ട് ഏത് മൂടെന്ന് വെച്ച് ഡാൻസ് കളിക്കുക. അപ്പോൾ പറയുകയാണ് മോള് പ്രാർത്ഥിക്കുകയാണെന്ന്. സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 4 കാലിൽ കൈവരി കൂടെ ചാടി, ഞാൻ വിചാരിച്ച് കെട്ടറെല്ലാം പൊളിഞ്ഞു വീഴുന്നത്, ചാടി ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, പാസ്റ്ററെങ്കിൽ എന്നാ കൊണ്ട് വിശേഷം?
ഞാൻ പറഞ്ഞു ഇപ്പം വലിയ മൂടൊന്നുമില്ല. അപ്പോഴത്തേക്ക് മിണ്ടാതെ കയറിയപ്പോൾ കളഞ്ഞു. ഞാൻ പറയട്ടെ, ഇതൊന്നും ദൈവമക്കളുടെ വീട്ടിലിടേണ്ടതല്ല. ഇതേത് മൂട്? കുറച്ച് കഴിയുമ്പോഴത്തേനും അടുത്ത് വേറെ എന്തെങ്കിലും ഇടും. ഒരു വീട്ടിൽ പോകുമ്പോൾ ഇക്കിളി പൂവിട്ട പെണ്ണുങ്ങളെ, ചെപ്പടിക്കാരത്തി പെണ്ണുങ്ങളെ. ഇതെന്തൊരു പാട്ട്? ഇക്കിളി പൂവിട്ട പെണ്ണുങ്ങളെ, ചെപ്പടിക്കാരത്തി പെണ്ണുങ്ങളെ. ഇതൊന്നും നമ്മുടെ വീട്ടിലിടേണ്ടതല്ല. നിത്യതയെ പോകാൻ നിത്യതയും ലോകവും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ചില വിടേണ്ടി വരും. പാട്ട് നല്ലതാണ്, എനിക്ക് ഇഷ്ടമാണ് പാട്ട്. ഇഷ്ടംപോലെ പാട്ട് ഞാൻ കേൾക്കുന്നതാണ്. ആമേൻ. ഒരു ദൈവ പൈതലിന്, രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിനെ ദൈവം അറിയുന്നു, ഓക്കെ. പക്ഷെ നമ്മളെ ചുറ്റും നിൽക്കുന്നവർ അറിയണ്ടേ? അറിയണ്ടേ? കർത്താവ് എന്താ പറയുക? നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. നമ്മൾ ആരാ? യേശു അപ്പച്ചൻ്റെ പത്രങ്ങൾ. ആമേൻ, സ്തോത്രം. അപ്പോ നമ്മുടെ വീട്ടിൽ മുടങ്ങേണ്ട, ഇപ്പോൾ എല്ലാം DJ ആയല്ലോ, ഇപ്പോൾ എല്ലാവരും JBL ഇട്ടാണ് മുഴക്കുന്നത്. അത് ഓരോ സ്തുതി ഇങ്ങനെ വരുമ്പോഴത്തേനും ലൈറ്റ് ഇങ്ങനെ മിന്നിക്കത്തും. അപ്പോൾ അത് നോക്കിയിരിക്കും, പാട്ട് ശ്രദ്ധിക്കത്തില്ല. ഒരു വീട്ടിൻ്റെ എതിരെ രാത്രി പോയപ്പോൾ, പേരൊന്നും പറയുന്നില്ല, ഭയങ്കര DJ, പച്ചയും മഞ്ഞയും ഉള്ള ലൈറ്റ് മാത്രം കത്തുന്നു, ആളിനെ കാണാനില്ല. എല്ലാം നല്ലതാ, ഒരു കുഴപ്പമില്ല. പക്ഷേ പുറത്തൂടെ പോകുന്നവൻ ഇത് കേട്ടിട്ട് രാവിലെ ഉപവാസ പ്രാർത്ഥന, വീട്ടിൽ ശക്തമായ ആരാധന, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആരാധന രാവിലെ. ദൈവകുഞ്ഞെ, നമ്മെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. പക്ഷേ എല്ലാവരും പറയാറുണ്ട്, എൻ്റെ ഹൃദയം. അതിപ്പോൾ അടുത്ത് കാണിക്കാൻ പറ്റുമോ വെളിയിൽ? ഇതെൻ്റെ ഹൃദയം വിശുദ്ധമാണ്, അത് കാണിക്കാൻ പറ്റില്ലല്ലോ. കാണിക്കാൻ ഒരിക്കലും പറ്റില്ല. അത് ഹൃദയത്തിൽ നിറയുന്നതൊക്കെയും അല്ലേ, എന്തു പറയുന്നു? വായി പ്രസ്താവിക്കുന്നു. ഇവിടെ ഇതിൻ്റെ മേളിൽ 2 വാട്ടർ ടാങ്ക് ഇരിപ്പുണ്ട്. ഈ 2 വാട്ടർ ടാങ്കിനകത്ത് ഒന്നിൽ വെള്ളമില്ല, ഒന്നിൽ വെള്ളമുണ്ട്. എന്നാൽ 2-ലകത്തൂടെയും വെള്ളം വരുമെന്ന് കേട്ട് കഴിഞ്ഞാൽ 1 കണക്ഷനുണ്ട്, വെറുതെ ഇരിക്കുക. ഒരെണ്ണത്തിനകത്ത് വെള്ളമുണ്ട്, കണക്ഷനെല്ലാം ഉണ്ട്. ഞാൻ പറയട്ടെ, വെള്ളം ഉള്ളതല്ലേ ടാപ്പിൽ വരത്തുള്ളൂ, ഇല്ലാത്തതോ വരത്തില്ല. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ടാപ്പിൽ വരത്തുള്ളൂ. ഇന്ന് പലതിനും ഇല്ലെന്നേ, കാലിയായിരിക്കുക. ഞായറാഴ്ച മാത്രം ഒരു കൊരാപ്പും, ഒരു പൂക്കുറ്റിയും, ഒരു തറച്ചക്രവും, ഒരു കമ്പിത്തിരിയും, ഒരു എലിവാണവും, ഇത്രയും മാത്രം പരിപാടി തീർന്നു. 12:30 ആകുമ്പോൾ പാസ് നിർത്തിയില്ലെങ്കിൽ തൂറിച്ചു നോക്കും കണ്ണിൽ. ഇപ്പോൾ നിർത്തില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കസേര എടുക്കും. അദ്ദേഹം ചിലപ്പോൾ 12 കാലാകുമ്പോഴേക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ആത്മാവ് വരുന്നത്. ശ്രദ്ധിക്കണം. ഹലോ, കഴിഞ്ഞ ദിവസം നമ്മുടെ മീറ്റിങ്ങിന് വന്നില്ലേ, അദ്ദേഹത്തിന് ആത്മാവ് വന്നത് 9:15. എല്ലാവരും ഇറങ്ങിപ്പോയി. കാരണം 9 മണിക്ക് 9:05 നിർത്തേണ്ട സംഭവം ഉണ്ടല്ലോ. അപ്പോഴേ എല്ലാവരും ഇറങ്ങിപ്പോയി. കാരണം ഈ 9 മണി കഴിഞ്ഞാൽ വിളിക്കുന്ന കുറച്ച് പേരുണ്ട്. ഭർത്താവ് വിളിക്കും, വിദേശത്ത് നിന്ന് അമ്മ വിളിക്കും, പ്രൈസ് ദി ലോർഡ്, ആ സഹോദരങ്ങൾ വിളിക്കും. തെറ്റല്ല. അതെല്ലാം 2 മണിക്കൂർ ഇരിക്കുക. 2 മണിക്കൂർ ശ്രദ്ധിക്കണം. ഈ 2 മണിക്കൂർ നമ്മൾ ഇരിക്കുമ്പോൾ, ഞാൻ ഈ വരുന്നവരെല്ലാവരും പറയും, നിങ്ങളൊരു 10 മിനിറ്റ് നേരത്തെ നിർത്തണേ. എന്തോ ദൈവാത്മാവിൽ 10 മിനിറ്റ് കൂടുതൽ കൊടുത്തു. അതുകൊണ്ട് പുള്ളി 1.5 മണിക്കൂർ അങ്ങ് എടുത്തു. ലാസ്റ്റ് തപ്പി, ഒന്നും കിട്ടുന്നുമില്ല. ആൾക്കാരുടെയൊക്കെ പിന്നെ നോക്കിയ ആരെങ്കിലും ഉണ്ടോന്നോ, ആരുമില്ല. സ്തോത്രം. ഞാനും ജോവിയും അവർ 2-3 പേര്, ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോയി. ഞാൻ പറയട്ടെ, എത്ര കത്തി വന്ന ശുശ്രൂഷയാണെങ്കിലും സമയം കീപ്പ് ചെയ്യണം. പ്രൈസ്, സമയം നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ ശുശ്രൂഷ പൊളിഞ്ഞ്. ജോബി കേട്ട പറഞ്ഞു, പിന്നെ ലാസ്റ്റ് പുള്ളിക്ക് തപ്പി, പിന്നെ പുള്ളി എങ്ങനെയും പോയാൽ മതി എന്നുവെച്ചായി. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ 9 മണി അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് നമ്മുടെ ദിനീശ്വർ ചർച്ചയിൽ പോയപ്പോഴാണ്. 9:30 എന്ന് പറഞ്ഞു. കാരണം ഞാൻ 9 മണി നമ്മുടെ സമയമുണ്ടല്ലോ. അപ്പോൾ ഈ 9 ഞാൻ കേട്ടത്. അപ്പം ഞാൻ 8:50 ആയപ്പോൾ, ഞാനിത് 8:55 ആയപ്പോൾ നിർത്തി. സ്തോത്രം. കാരണം നമ്മൾ 5 മിനിറ്റ് നിർത്തുന്നത് പാസ്റ്റർക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചത്തെ പരസ്യം പറയാൻ കാണും. ഒരുങ്ങേണ്ട ഭാഗം കാണും. അദ്ദേഹം പറഞ്ഞ് ശുദ്ധീകരിച്ച് വരുമ്പോൾ തന്നെ 10 മിനിറ്റ് എടുക്കും. ആ കണക്കിന് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഭാഗം, 10 മിനിറ്റ് സമയം തന്നു കഴിഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് ആകുമ്പോൾ നിർത്തണം. അവിടെയാണ് ശുശ്രൂഷ വെളിപ്പെടുന്നത്.
പിന്നെയും പിന്നെയും വിളിക്കാനുള്ള ഒരു ടെൻഡൻസി, അത് ഒരു ഉള്ളടക്കമാണ് കയ്യിൽ കേട്ടോ, ഒരു ഉള്ളടക്കമാണ്. സ്തോത്രം. നിത്യതയെ പ്രവേശിക്കേണ്ട ജനം, പുറപ്പാട് പുസ്തകം 20:15 പറയുന്നത് മോഷ്ടിക്കരുത്. മോഷ്ടിക്കരുത്. മോഷ്ടിക്കുന്നവൻ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നിത്യതയിൽ പോകാൻ പറ്റുമോ? ആമേൻ. പിന്നെ ഇവിടെ ഏത് മൂടെന്ന് കേട്ടോണ്ടിരിക്കാനേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. കർത്താവ് വന്ന് പോയില്ലേ? പോയില്ലെന്നേ ഉള്ളൂ. എന്താ കറങ്ങി നടക്കുന്നത്? ഇന്ന് പാട്ട് തീർന്ന്, ഇന്ന് ഇവിടെ കിടന്ന് കറങ്ങുക. കർത്താവ് വന്നിട്ട് കുറെ പേരെ കൊണ്ടുപോയി. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇനി എന്ത് പേമാരി, ന്യൂസിൽ പറയുന്നത് ഒത്തിരി പേമാരി വരാൻ പോകുകയോ, എന്തൊക്കെയോ ന്യൂനമർദ്ദങ്ങളും എന്തൊക്കെയോ കാറ്റുകൾ വരാൻ പോകും. പേരുകൾ പറഞ്ഞാൽ തെറ്റുന്ന പേരുകളാണ് കാറ്റിനിട്ടയ്ക്കുന്നത്. പറഞ്ഞാൽ തെറ്റിപ്പോകുന്ന പേരുകൾ അവിടെ ചെന്നൊന്നും പറയാറില്ല. സ്തോത്രം. നിങ്ങൾ തന്നെ വായിച്ചെടുത്തോ. അപ്പോൾ ഇതെല്ലാം വരാൻ പോകുകയാ. ഇതിനു മുമ്പേ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. നിത്യതയുടെ തുറമുഖത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടെത്തിക്കാൻ സർവജ്ഞാനിയായ ദൈവം. ഈ പോസ്റ്റർ നിത്യത എന്ന് വെച്ചപ്പോൾ തന്നെ ഒരു 2 പാസ്റ്റർ ചോദിക്കും, പാസ്റ്ററെ ഇത് വേണോ? എനിക്ക് മനസ്സിലായി നിങ്ങൾ പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ പോസ്റ്ററിൻ്റെ പേര് വെച്ചപ്പോഴേ പറഞ്ഞു, പാസ്റ്റർ ഇത് വേണോ? ഞാൻ പറഞ്ഞു, ഇതില്ലാതെ പിന്നെ എങ്ങനെ ദൈവദാസൻ നമ്മളിത് ഓടുന്നത്? ഇതിന് നമ്മൾ ജനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? നോയിക്കേ. ആമേൻ. സ്തോത്രം. 9ാമത്തെ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ പുറപ്പാട് 16 പറയുന്നു, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്. സ്തോത്രം. വായിക്കാം. ആമേൻ. ദാനിയേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:14 വരുമ്പോൾ അവിടെ ഒരു ദൂത് വായിച്ചാട്ടെ. 7:14. സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. നീങ്ങിപ്പോകാത്ത നിത്യമായ ഒരു രാജ്യത്വം. ബാക്കിയെല്ലാം നീങ്ങിപ്പോകും. ഇവിടുത്തെ രാജാക്കന്മാർക്കോ ഇവിടുത്തെ മന്ത്രിമാർക്കോ 3-5 വർഷം, അത് കഴിയുമ്പോൾ അവർ നീങ്ങും. പിന്നെ ജനമെല്ലാം കൂടെ വലിച്ചുകൊണ്ട് കയറ്റി പിന്നെയും 5 വർഷം കൂടെ ഇരുത്തും. പിന്നെ അത് അങ്ങോട്ട് പിന്നെ കഷ്ടവും ദുഃഖവും സങ്കടവും എന്ന് പറഞ്ഞതുപോലെ അതും നീങ്ങിപ്പോകും. പക്ഷെ നീങ്ങിപ്പോകാത്ത ഒന്ന്, നിത്യമായ ഒരു രാജ്യത്വം നമ്മുടെ കർത്താവ് നമുക്ക് തരാൻ പോകുക. ദൈവ പൈതലേ, പ്രത്യാശിക്കാൻ വകയുണ്ട്. കർത്താവ് നമുക്ക് തരാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നോയിക്കേ. ഇവിടെ പറയുന്നത് ആധിപത്യവും നീങ്ങിപ്പോകാത്ത നിത്യമായ ആധിപത്യവും അവൻ്റെ രാജ്യത്വവും നശിച്ചു പോകാത്തതും ആകുന്നു. നശിച്ചു പോകാത്തത്. മറ്റെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ കീഴിൽ നശിച്ചു പോകും. പക്ഷേ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വാക്കു പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. ഇന്ന് രാത്രിയിലും അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂപരപ്പിൽ ആമേൻ കോടാനുകോടി യുഗം ജീവിക്കാൻ വന്നവരല്ല. എന്നാൽ ഇവിടത്തെക്കാൾ 3ാമത്തെ ഭവനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതിനകത്തൊരു ഒരു കണ്ടീഷൻ ഇല്ല. എന്താ അവിടെ ഇല്ലാത്തത്? നീ ഇതുവരെ ഇവിടെ ജീവിച്ചിരിക്കത്തുള്ളൂ, ഇങ്ങനെ ചെയ്യാവൂ എന്നുള്ള ഒരു സംഭവം അവിടെ ഇല്ല. അവിടെ ഉള്ളത് നിത്യമായ കോടാനുകോടി യുഗമുള്ള ഒരു ആരാധനയുടെ മധ്യത്തിൽ ആ സ്വർഗം നമ്മെ കൊണ്ടെത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. കോടാനുകോടി യുഗം അവിടെ പ്രിയന്റെ അടുത്ത് 24 മൂപ്പന്മാരുടെ അടുത്ത് നിത്യതയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യത്തെ ചില പടികൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ ഏറ്റവും വലിയ പരമപ്രധാനമായ കാര്യമാണ്. നശിച്ചു പോകാത്തതും ഹല്ലേലൂയ നിത്യമായതും നീങ്ങിപ്പോകാത്തതുമായ ഒരു ആധിപത്യം നമ്മുടെ മേൽ ദൈവം തരാൻ പോകുകയാണ്. സ്തോത്രം. അതേതാ? നിത്യാധിപത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആ കർത്താവ് നമുക്ക് തരുന്നത് നീങ്ങിപ്പോകുന്നതല്ല, നീങ്ങിപ്പോകാത്തത്. സ്തോത്രം. അതല്ലേ പാട്ടുകാരൻ പാടിയത്, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, അല്ലേ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. അപ്പോൾ പാട്ടുകാരൻ പാടുമ്പോൾ അതെല്ലാം നീങ്ങിപ്പോയി. ഈ ഭൂപരപ്പിൽ നമ്മൾ കൊണ്ടുവന്ന സകലതും നീങ്ങിപ്പോകും. പക്ഷെ നീങ്ങിപ്പോകാത്ത ഒരു നിത്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് കേട്ടോ. ആമേൻ. വായിക്കാമോ? ആമേൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിനകത്ത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. വായിച്ചാട്ടെ. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. ആമേൻ. എന്നേക്കും മരിച്ചവനെ അല്ല, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും. വചനം കിടപ്പുണ്ട് കേട്ടോ. ആമേൻ. എന്ന് വെച്ച് ആരും സങ്കടപ്പെടണ്ട. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ആർക്കും കൊണ്ടുപോകാൻ കഴിയത്തില്ല. അത് നമുക്ക് തന്നെ കണ്ണുകൾ തിരുമി അടയും മുൻപ് ദൈവം നമുക്ക് വച്ചിരിക്കുന്ന നന്മകൾ നമ്മൾ പ്രാപിക്കാതെ ഈ ഉലകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടത്തില്ല. ആർക്കും അതിനെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ഇപ്പോഴുള്ള ലഘുവായ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും നിന്നെ എന്നെയും തകർക്കാനുള്ളതല്ല, ഒന്നുകൂടെ നിത്യത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ട്രെയിനിങ് ശാലയിലേക്ക് ദൈവാത്മാവ് നമ്മെ തിരികെ കയറ്റിയിരിക്കുക. സ്തോത്രം. ആമേൻ. ഈ കഷ്ടങ്ങൾക്ക് അപ്പുറം ഒരു വലിയ വിശാലത നമ്മുടെ മുൻപിലുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, വീണെന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ 11-ാം വാക്യം പറയുന്നു, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവിൽ ഉണ്ടാക്കിയതും സൃഷ്ടിക്കപ്പെടുന്നതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിട്ടു. കിരീടങ്ങൾ. ആമേൻ. 24 മൂപ്പന്മാരും കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ അവിടെ വച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ജീവനുള്ള ദൈവത്തിന്റെ മുൻപിൽ നമസ്കരിച്ചപ്പോൾ തങ്ങളെ തന്നെ ഒന്ന് ഒരുക്കുവാനും സമർപ്പിക്കുവാനും തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സകലത്തെയും ആമേൻ ദൈവം മുമ്പാകെ ഇട്ടുകൊണ്ട് പറയുക, നീ എന്നേക്കും മഹത്വവും ബഹുമാനവും ഉള്ളവനാണ്. നീ മാത്രമാണ് അമർത്യൻ, നീ മാത്രമാണ് അനന്യൻ, നീ മാത്രമാണ് എന്നേക്കും യോഗ്യനായിരിക്കുന്നവൻ, നീ മാത്രമാണ് സകലത്തിന്റെ മേലും സകല ഭൂജല ജന്തുക്കളുടെ മേലും സ്തോത്രം അധികാരമുള്ള നീ മാത്രമാണ് എന്ന് പറഞ്ഞ് ആമേൻ ആ സിംഹാസനങ്ങളിൽ നിന്നുകൊണ്ട് അവര് 24 കിരീടങ്ങളും കർത്താവിന്റെ മുൻപിൽ സമർപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഞാനും നിങ്ങളും ഒത്തിരി ഭയപ്പെടേണ്ട ആവശ്യങ്ങൾ വന്നിരിക്കുന്നു. കാലങ്ങൾ അതിൻ്റെ അന്ത്യത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഭ പഠിപ്പിക്കാൻ വിട്ടുപോകുന്നത്, സഭ പഠിപ്പിക്കാൻ മറന്നു പോകുന്നത്, സഭ പഠിപ്പിക്കാൻ വിറയലോട് നിൽക്കുന്ന വിഷയങ്ങൾ, മാനസാന്തരം, വീണ്ടെടുപ്പ്, പുനരാഗമനം, നിത്യത, കഷ്ടം, ഞെരുക്കങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾക്ക് മുമ്പിൽ സഭ തയ്യാറാകുമെങ്കിൽ കുറച്ചു പേരെ ദേശത്ത് നിന്ന് കൊയ്ത് സഭയ്ക്കകത്ത് കൊണ്ട് നിർത്താൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. ഈ കാലഘട്ടങ്ങൾ അതിക്രമിച്ചു വയ്ക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പുനരാഗമനത്തിന് സമയമായെന്ന് വേദപുസ്തകം ശക്തമായി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. കർത്താവ് വ്യക്തമായി പറയുന്ന ഒരു ദൂത് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. നോയിക്കേ, സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സഭാപ്രസംഗി ഒരു ദൂത് വിളിച്ചു പറയുന്നു. 3-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. കർത്താവ് എന്താ വച്ചിരിക്കുന്നത്?
സകലവും വച്ചിരിക്കുന്ന എവിടെയെന്നറിയാമോ? അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. ആമേൻ. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ എവിടെ വച്ചിരിക്കുന്നു? നിത്യത മനുഷ്യരുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ഹൃദയത്തിൽ. അതാ മുൻപ് ഞാൻ കമ്പിവാദത്തിൽ പറഞ്ഞത്, ഹൃദയം നിറയുന്നതൊക്കെ ഈ വായി പ്രസ്താവിക്കുന്നു. നമ്മുടെ ഭവനത്തിൽ മുഴങ്ങേണ്ട ഗാനപല്ലവികൾ, നമ്മുടെ കുടുംബത്തിൽ മുഴങ്ങേണ്ട, നമ്മുടെ വാഹനത്തിൽ മുഴങ്ങേണ്ടത് ലോകമനുഷ്യൻ പോകുന്നത് പോലെ നമ്മുടെ വാഹനത്തിനകത്ത് മുഴക്കം പാടില്ല. മുഴങ്ങേണ്ടത് ദൈവശബ്ദമാണ്. വീണ്ടും ജനനം പ്രാപിച്ചൊരു ദൈവ പൈതൽ, വീണ്ടും ജനനം പ്രാപിച്ചൊരു ദൈവ പൈതൽ, നിന്റെ യാത്ര എങ്ങോട്ടാണ്? ആ തലത്തിൽ കേവലം ഒരു ആരാധനയ്ക്കെങ്കിലും പോകുമ്പോൾ ലോകമനുഷ്യന്റെ വാഹനത്തിനകത്ത് മുഴങ്ങുന്ന പാട്ടുകൾ ദൈവ പൈതലിന്റെ വാഹനത്തിനകത്ത് മുഴങ്ങരുത്. തെളിവ്, കഴിഞ്ഞ ഞായറാഴ്ച, അതിന്റെ അങ്ങേ ഞായറാഴ്ച അടൂരിനടുത്ത് കിടന്നൊരു സംഭവം. 2 യുവാക്കൾ ആരാധനയ്ക്കായി കടന്നു പോകുമ്പോൾ ഒരു സൈക്കിളുമായി, ഒരു പാൽവണ്ടി സൈക്കിളുമായി കൂട്ടിയിടിച്ചു. സൈക്കിളിനെ വെട്ടിച്ച് അടുത്ത് റോഡിനപ്പുറത്തേക്ക് പോകാൻ സ്റ്റേ വെച്ചിട്ടുണ്ട്. സ്റ്റേയിലിടിച്ച് വണ്ടി 2ആയി കീറിപ്പോയി, പിളർന്നുപോയി. അപ്പോഴും മുഴങ്ങുന്ന പാട്ട് കേൾക്കാൻ രസമുള്ള പാട്ടായിരുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിന്തിക്കണം. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ മടക്കയാത്രകൾ, നമ്മുടെ സകലത്തിൻ്റെ മേലും അധികാരമുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ആ നിത്യത ഇരിക്കുന്നേ. വേണമെങ്കിലും വേണ്ടെങ്കിലും കർത്താവ് പിടിപ്പിച്ചിരിക്കുക, ഹൃദയത്തിനകത്ത് പിടിപ്പിച്ചു വച്ചിരിക്കുക. വേണോ വേണ്ടേ, നീ തന്നെ എടുത്തോ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വാവിട്ട് വിളിക്കാൻ പറ്റും, നിലവിളിക്കാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവകുഞ്ഞെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളി മേൽത്തരമായ വിളിയാ വിളിച്ചിരിക്കുന്നത്. മേൽത്തരമായത് നോക്കിക്കേ. 12-ാം വാക്യം പറയുന്നു, ജീവപര്യന്തം സന്തോഷിപ്പിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ഒരു തിന്മയും മനുഷ്യർക്ക് ഇല്ല എന്ന് ഞാൻ അറിയുന്നു. ആ വാക്യം നിങ്ങൾ എഴുതി വച്ചോളണം. എവിടെ സുഖം പിടിപ്പിക്കുന്നേ? ചെവിക്ക് സുഖം തരുന്ന, നാവിന് സുഖം തരുന്ന, ശരീരത്തിന്റെ അസ്ഥികൾക്ക് സുഖം തരുന്ന, റൂട്ടിലേക്ക് തിരിയാതിരിക്കാൻ. 13-ാം വാക്യം പറഞ്ഞു, ഏതു മനുഷ്യനും തിന്ന് കുടിച്ച് തൻ്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിന് ദാനമാകുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദാനം നമ്മുടെ മിടുക്കൊന്നും അല്ല കേട്ടോ. പലപ്പോഴും ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ നിന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. പല പ്രാവശ്യം, 100 കണക്ക് പ്രാവശ്യം വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ട്, കിലോമീറ്ററുകൾ. സ്തോത്രം. പക്ഷേ ദൈവം, ആമേൻ, ഹല്ലേലൂയ, പലപ്പോഴും എന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നടന്ന ഒരു അപകടം 2000 ആമേൻ, സ്തോത്രം, 15 എനിക്കെന്നൊരു അപകടം ഉണ്ടായി. സ്തോത്രം, വലിയൊരു അപകടം. സ്തോത്രം. ഒരു ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ച് ബോണറ്റിൻ്റെ പുറത്ത് നിർത്തിയിട്ട് അടുത്ത് ഒരു പോസ്റ്റിനെ ഇടിച്ച് അതിനെ തകർത്ത് വണ്ടിക്കകത്തിരുന്ന സകലതും നഷ്ടപ്പെട്ടു പോയെങ്കിലും സ്വർഗം ഒരു പോറൽ പോലും ഇല്ലാതെ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ആ വണ്ടി പണിതത് ഏകദേശം 1 ലക്ഷം രൂപ മുടക്കി ആ വണ്ടി പണിയാൻ. കംപ്ലീറ്റ് മാറേണ്ടി വന്നു. സ്റ്റിയറിംഗ് വരെ 2 പീസായി പോയെന്നാ. പക്ഷേ എയർ ബാഗ് പോലും ഇല്ലാത്ത വാഹനത്തിൽ, ആമേൻ, ഹല്ലേലൂയ, തമിഴ്നാട് ഒരു 4 ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ച് രാത്രി മടങ്ങി വരുമ്പോൾ ആമേൻ സംഭവിച്ചു. രാത്രി 2 മണിക്ക്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പലപ്പോഴും ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് നിത്യതയുടെ ഉറപ്പ് അകത്തുള്ളത് കൊണ്ടാണ്. അകത്ത് നിത്യതയുടെ ഉറപ്പ് ഫിക്സ് ചെയ്ത് കിഡ്നി വച്ചിരിക്കുന്നത് പോലെ, ആമേ, കരള്, ആമേൻ, സ്തോത്രം, ഇങ്ങനെയുള്ള തുടങ്ങിയ സംഭവങ്ങൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ നിനക്കും എനിക്കും, അഭിഷത്തിനെ നിങ്ങൾക്കും എനിക്കും, അഭിഷത്തയെ പിതാവെ നിങ്ങൾക്കും എനിക്കും, ആമേ, ഒരു നിത്യത ഉറപ്പാക്കണം. അത് ദൈവം ഫിറ്റ് ചെയ്തിരിക്കുക ഹൃദയത്തിൽ. പലതിലേക്കും പോകുമ്പോൾ ഹൃദയം പറയും, പോവരുത്, തെറ്റാണ്,
എന്ന് പറയുമ്പോൾ സ്തോത്രം, അവിടെ നിർത്തണം, അവിടേക്ക് സ്റ്റോപ്പ് ചെയ്യണം. സ്തോത്രം. ഞാൻ പലപ്പോഴും തങ്കമാനിയുടെ വീടിൻ്റെ അതുവഴിയൊക്കെ ഞാൻ കടന്നു പോകുമ്പോൾ പലപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ അതുവഴിയൊക്കെയാണ് പോകുന്നത്. പലരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ പോകും. പക്ഷേ നമുക്ക് സഞ്ചരിക്കേണ്ട റൂട്ടുണ്ട് കേട്ടോ ദൈവമേ. ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ എപ്പോഴും ഹൃദയതലങ്ങളിൽ വച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് പോകാൻ പരസ്പരം മകിച്ചു പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഒരിക്കലും മറക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. സ്തോത്രം. അതിനകത്ത് നിങ്ങൾ വായിക്കേണ്ട ഭാഗമുണ്ടല്ലോ, നിങ്ങളതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങൾ 22-ാമത്തെ വാക്യം വരെ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കണം കേട്ടോ. സ്തോത്രം. അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. ചന്തമായി ചെയ്യുന്നൊരു ദൈവം. എന്തോ കർത്താവെ താമസിച്ചു പോയല്ലോ, വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. താമസിച്ചു പോയെന്ന് നമ്മൾ പറയണ്ട. കർത്താവെ ലേറ്റായി പോയല്ലോ വാഴ്ത്തത്തെ, ഒന്നും പറയണ്ട. ലേറ്റായി പോയത് നമ്മുടെ കുഴപ്പമൊന്നുമല്ല കേട്ടോ. കർത്താവ് ചിലത് മാറ്റി വെച്ചിരിക്കുക. ലേറ്റായെന്ന് തോന്നുമ്പോൾ വചനത്തിലേക്ക് വരണം. എന്താ വചനത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്? കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. 2, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അത് വായിച്ചു പറയുന്നു, അത് വരും, സമയം തെറ്റുകയുമില്ല. അടുത്ത പ്രവാചകൻ പറയുന്നത്, താമസിച്ചാലും അതിനായി കാത്തിരിക്കുക. എത്ര ഭംഗിയായിട്ടല്ലേ. അപ്പൊ കർത്താവിന്റെ വരവ് ഏത് സമയമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാതെ കർത്താവ് സകലതും ചന്തമായി ചെയ്യും. നിത്യത ഉറപ്പാ, കർത്താവ് വരും. പക്ഷേ അത് എപ്പോഴാണ്, ഏത് സമയത്താണ് എന്ന് ആർക്കും അറിയാൻ കഴിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവർ മഹാകഷ്ടത്തിലിരിക്കുന്ന ജനമെന്ന് പറയത്തക്ക തലത്തിൽ എവിടെ നിന്ന് വന്നു? ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നൊരു ശബ്ദം അവിടെ മുഴങ്ങണം. ഹല്ലേലൂയ. എവിടെ നിന്ന് വന്നു? ഞാൻ ഇതിനകത്തൊരു കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്നപ്പോഴേ കർത്താവേ നീ വന്നത് ഞാൻ അറിഞ്ഞില്ല. കർത്താവ് ഞാൻ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അറിഞ്ഞില്ല. കർത്താവ് വരുന്നത് ആരെടുത്തും പറയത്തില്ല. അവൻ എന്ത് ചെയ്യും? പറഞ്ഞേ, അവൻ എങ്ങനെയാ വരുന്നത്? കള്ളനെ പോലെ വരും. കള്ളനെ പോലെ വരുമെന്ന്. കർത്താവിൻ്റെ വരവ് അങ്ങനെ ആരെടുത്തും പറഞ്ഞിട്ടല്ല വരുന്നത്. ചില പാസ്റ്റർമാർ വരുമ്പോൾ ആരെടുത്തും പറയില്ലല്ലോ. സ്തോത്രം. ഞാൻ അവരെ ഓർത്ത് ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിടത്തും ഒരു ശുശ്രൂഷകന്മാർ വീട്ടിൽ പറഞ്ഞിട്ട് പോകരുത്. അറിയണ്ടേ അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരവിടെ തന്നെ ഉണ്ടോ, അവർ വേറെ പള്ളി തുടങ്ങിയോ, ഇതൊക്കെ അറിയണ്ടേ. അതുകൊണ്ട് പാസ്റ്റർമാരും വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് പോകത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തന്നെ അങ്ങനെയാണോ ജോബി? വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടാണോ വരുന്നത്? ചിലപ്പോൾ ജോബി തിരക്കുകൊണ്ട് ചിലപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് വരും. അല്ലേ ജോബി? ജോബിയുടെ അടുത്ത് വിളിച്ചു പറയോ, ഞാൻ നിങ്ങൾ വീട്ടിലുണ്ടോ ചോദിച്ചിട്ടാണോ വരുന്നത്? അഭിഷത്തൻ ആണെങ്കിലാണെന്ന് പറയില്ല. സ്തോത്രം. ചിലർ വിളിച്ച് പറയും, കാരണം ജോലി ഉള്ളതുകൊണ്ട് എത്തിയോ, നൈറ്റാണോ, ഷിഫ്റ്റ് ഉണ്ടോ, എന്താ ചോദിക്കും. എന്ന് നമ്മുടെ ദിനീശ്വരൻ ചോദിക്കും, അഭിഷേകത്തിനെ ഉണ്ടോ വീട്ടിൽ? കാരണം 6 മണിക്ക് വീട്ടിൽ വരുമല്ലോ. ഉണ്ടോ? സ്തോത്രം. ഉണ്ട്. തങ്കമ്മേനോട് ചോദിക്കും, ആൻറ്റി വീട്ടിൽ ഉണ്ടല്ലോ, അടുത്തും പോകത്തില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെന്നറിയാം, വീട്ടിൽ വരും. പ്രൊഫസർ ചോദിക്കും, ഇവിടെ എല്ലാവരും ചോദിക്കും. അവർക്കെല്ലാവരും എല്ലാം അറിയുന്ന ഒരുവനാണ് പുരോഹിതൻ. അങ്ങനെ പുരോഹിതനെല്ലാം അറിയാമെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠനായ ഒരുത്തനുണ്ട്. നിത്യത ഹൃദയത്തിൽ പിടിപ്പിച്ച സർവജ്ഞാനിയായ സർവവ്യാധിയായ ദൈവം എല്ലാം അറിയുന്നു. അവൻ അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. ഉറപ്പായി ഭംഗിയായിട്ട്. സ്തോത്രം. ഭംഗിയായി ചെയ്യും. നോക്കിക്കേ. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. പുറപ്പാട് 20:17 പറയുന്നു, കൂട്ടുകാരൻ്റെ ഏതൊന്നും എന്ത് ചെയ്യരുത്? മോഹിക്കരുത്. ഒന്നും മോഹിക്കരുത്. നല്ല വാഹനം ഉണ്ടായിരിക്കാം, നല്ല വീടുണ്ടായിരിക്കാം, പ്രൈസ് ദി ലോർഡ്, നല്ല നല്ല കാര്യങ്ങളുണ്ട്, അതൊന്നും വേണ്ട. നിനക്കുള്ളത് ദൈവം നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ട് തരും. ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് പല വേദികളും കാണുമ്പോൾ, ദൈവമേ, ഇപ്പോൾ അതങ്ങനെ ആഗ്രഹിക്കാറില്ല.
ആമേൻ. നിങ്ങളെപ്പോലെ ഓരോ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവമേ ഇതേപോലൊരു വേദി നീ തരണമേ കർത്താവ്, ഇതിൻ്റെ നാമത്തെ ഉയർത്തുവാൻ. ഇതുപോലെയുള്ള വേദികൾ കർത്താവ് കൃപയാൽ അതിനേക്കാൾ വലിയ വേദികൾ നീ തന്നിട്ടുണ്ട്. അവിടെ എല്ലാം കമന്നു വീണ് കരയുവാൻ കർത്താവ് എന്നെ ഇടയാക്കിയിട്ടുണ്ട്. പറയുന്നത് നമ്മൾ ആഗ്രഹിക്കണം ദൈവസന്നിധിയിൽ, ദൈവമേ എനിക്ക് നീ എല്ലാം തരണം. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസൻസ് വെളിപ്പെടുന്ന. ദൈവം ഇതിലെ വായിക്കാമോ? ആമേൻ. 132 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം. 132 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് സങ്കീർത്തന പ്രമാണി എഴുതുന്നത്? അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു, ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കാൻ ഞാൻ അവിടെ വസിക്കും. എന്നേക്കും ഒരു വിശ്രമ സ്ഥലമാക്കി വച്ചിരിക്കുന്ന നിത്യത വിശ്രമമാണ്. ഇവിടെ നമ്മൾ ഓടുന്നതും അധ്വാനിക്കുന്നതും എല്ലാത്തിൻ്റെയും ഒരു വിശ്രമം സ്ഥലമാണ്. അത് എന്നേക്കും എൻ്റെ വിശ്രമമാകുന്നു, ഞാൻ അതിനെ ഇച്ഛിക്കുകയാൽ അത് ഞാൻ അവിടെ വസിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഒരു വിശ്രമ സ്ഥലമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. 132 സങ്കീർത്തനം പഠിക്കുമ്പോൾ ദാവീദ് രാജാവ് വ്യക്തമായി പറയുന്നു, യഹോവേ സിയോനിൽ ആമേൻ സ്തോത്രം, നിന്നെ ആമേൻ സ്തുതിപ്പാനും നിന്നെ ആരാധിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞാൻ ഏറ്റവും സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനൊരു സഭയിൽ നിത്യതയെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തപ്പോൾ 2 ദിവസത്തെ ഒരു ക്ലാസ് നിത്യതയെക്കുറിച്ച് എടുത്തു. എന്നാൽ അതിൻ്റെ തലേ ദിവസം വാഴ്ത്തത്വങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സായിരുന്നു. ആമേൻ. ഭയങ്കര ജനമായിരുന്നു. വാഴ്ത്തത്വം പ്രാപിക്കട്ടെ. നിത്യതയെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ അതിൻ്റെ പകുതി ആൾക്കാരേ ഉള്ളുമായിരുന്നു. ഞാൻ സന്തോഷിച്ചു, കർത്താവേ ഈ വന്നവരെല്ലാം നിത്യതയ്ക്ക് പോകാൻ ഒരുക്കപ്പെട്ടവരാ. സ്തോത്രം. അപ്പോൾ അവിടുത്തെ ദൈവദാസൻ വിളിച്ച് പറഞ്ഞു, ഈ 3 ദിവസത്തെ ക്യാമ്പും ഈ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് ചിലർ നിത്യതയിൽ ഒരുക്കാൻ വേണ്ടിയാ. അതിന് മുൻപേ ആണ് പലരും പറഞ്ഞു നിത്യത ക്ലാസ് കഴിഞ്ഞിട്ട് മതി വാഴ്ത്തത്വമെന്ന്. പക്ഷേ എത്ര പേർ നിത്യതയിലേക്ക് വരുമെന്ന് ആമേൻ കണ്ടിട്ടാണ് താൻ ആദ്യം വാഴ്ത്തത്വം വെച്ചത്. ഇന്ന് രാത്രി സ്തോത്രം നമ്മളെല്ലാവരും നിത്യ തുറമുഖത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവരാ. ഇവിടെ നമ്മൾ കാണുന്നതെല്ലാം അവിടെ ഇല്ലപ്പാ. ഇവിടെ ഹോസ്പിറ്റലുണ്ടെന്നേ, അവിടെ ഹോസ്പിറ്റലില്ല. ആമേൻ. ഇവിടെ ആമേൻ സ്തോത്രം ഒരു അതിർത്തി കഴിയുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ ചെക്ക് പോസ്റ്റ് ഇല്ല. ഇവിടെ ആമേൻ വലിയ വലിയ വാഹനമുണ്ട്, അവിടെ വാഹനങ്ങളില്ല. ഏത് സമയത്തും അവിടെ ആരാധനയാണ് ഉയരുന്നത്. ആമേൻ. അവിടെ എല്ലാവരും ഒരേ പോലെയാ. ആമേൻ. അവിടെ എല്ലാവരും ഒരേ ഭംഗി, ഒരേ നിറം, ഒരേ ഹൈറ്റ്, ഒരേ വെയിറ്റ്. അപ്പൊ ഇവിടത്തെ പോലെ അല്ല അവിടെ വിശ്രമ സ്ഥലമാണ്. ഇവിടെ ഓടിയും അധ്വാനിച്ചും ആമേൻ സ്തോത്രം. അവിടെ അതല്ല വിഷയം. ഇവിടെ കിടന്ന് നമ്മൾ ചെയ്തതെല്ലാം അവിടെ. നമ്മളിവിടെ വന്നത് എന്തിനാ? വിസിറ്റിംഗ് വിസയ്ക്കാ. ഒരു വിസിറ്റിംഗ് വിസയ്ക്കാ വന്നത്. ഇവിടെ വന്നു തിരിച്ച് നമ്മൾ ഇവിടുന്ന് പോകുന്നതും അത് പെർമനന്റ് വിസയ്ക്കാ. ഇനി പോകുന്ന വിസിറ്റിംഗ് വിസയ്ക്ക് തിരിച്ചൊരു യാത്ര ഇങ്ങോട്ടില്ല. ഹല്ലേലൂയ. വിശ്രമ സ്ഥലത്തേക്ക് നിത്യത കരസ്ഥമാക്കുവാൻ സഭാപ്രസംഗി പറഞ്ഞതുപോലെ അവൻ സകലതും ഭംഗിയായി ചെയ്യുന്നു. ആമേൻ. ഭംഗിയായി ചെയ്തു. നിത്യത മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. ആമേൻ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഒരു നിത്യതയുടെ പ്രകാശം കത്തി ജ്വലിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ആ കർത്താവിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് രാത്രി. ആമേൻ. ദൈവത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം.